മൂടൽമഞ്ഞ് വില്ലനാകുന്നു. കൂട്ടങ്ങളായി എത്തുന്ന കന്നുകാലികൾ കുട്ടിക്കാനം ടൗണിലെ പ്രധാന റോഡിലാണ് തമ്പടിക്കുന്നത്. വാഹനങ്ങൾ ഹോൺ മുഴക്കിയാൽ പോലും ഇവ മാറി നിൽക്കാൻ തയ്യാറാകാത്തത് ഗതാഗത കുരുക്കിന് കാരണമാകുന്നുണ്ട്. രാത്രികാലങ്ങളിലും പുലർച്ചെയും കുട്ടിക്കാനത്ത് കനത്ത മൂടൽമഞ്ഞ് അനുഭവപ്പെടാറുണ്ട്. ഈ സമയങ്ങളിൽ റോഡിന് നടുവിൽ കിടക്കുന്ന കാലികളെ ഡ്രൈവർമാർക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കില്ല. ഇത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നു. ഇതിനോടകം തന്നെ നിരവധി ചെറുതും വലുതുമായ അപകടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളുടെ മുൻപിലാണ് കന്നുകാലികൾ പലപ്പോഴും നിലയുറപ്പിക്കുന്നത്. ഇവയുടെ വിസർജ്യങ്ങൾ കടകളുടെ മുന്നിൽ കെട്ടിക്കിടക്കുന്നത് കടുത്ത ദുർഗന്ധത്തിനും വൃത്തിഹീനമായ അന്തരീക്ഷത്തിനും കാരണമാകുന്നു. ഇത് വ്യാപാരത്തെ പ്രതികൂലമായി ബാധിക്കുന്നതായി കടയുടമകൾ പരാതിപ്പെടുന്നു. കവാടമായ കുട്ടിക്കാനം പീരുമേട് നമുക്കറിയാം, മറ്റ് ടൂറിസ്റ്റ് മേഖലയെക്കാളും ഊട്ടി അല്ല കൊടൈക്കനാൽ അതിനേക്കാളും ഒക്കെ ബെറ്റർ ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് മേഖലയാണ് നമ്മുടെ പീരുമേട് കുട്ടിക്കാനം. വളരെ ഭംഗിയായിട്ടുള്ള ഈ സ്ഥലം, അത് നിരവധി ആൾക്കാരെ ആകർഷിച്ച് ഈ നമ്മുടെ ഈ മേഖലയിലേക്ക് ഒത്തിരി പേര് കടന്നു വരുന്നുണ്ട്. പക്ഷെ എന്നാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മൃഗങ്ങൾ റോഡിൽ കൂടെ അലഞ്ഞു നടക്കുന്ന ഒരു സംവിധാനം. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം കുട്ടിക്കാനം മേഖലയെല്ലാം മഞ്ഞ്, രാത്രികാലങ്ങളായി കഴിഞ്ഞാൽ മൂടൽ മഞ്ഞ് ഉള്ള സമയങ്ങളാണ് കൂടുതലും. അപ്പം നമുക്ക് ഈ മൃഗങ്ങൾ റോഡിൽ നിന്നാൽ ഇതിനെ കാണാനോ ഒന്നും സാധിക്കുകയില്ല. അപ്പം നിരവധി ടൂ വീലറുകളാണ് ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്നത്. അതുപോലെ തന്നെ ഫോർ വീലർ ആണെങ്കിലും അങ്ങനെ നിരവധി അപകടങ്ങൾ ഡെയിലി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഈ ഗുരുതരമായ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പീരുമേട് ഗ്രാമപഞ്ചായത്ത് അധികൃതർക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് ആക്ഷേപമുണ്ട്. അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ ഉദാസീനതയ്ക്കെതിരെ നാട്ടുകാരും വ്യാപാരികളും പ്രതിഷേധത്തിലാണ്. അധികൃതർ എത്രയും വേഗം വിഷയത്തിൽ ഇടപെട്ട് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് കുട്ടിക്കാനത്തെ വ്യാപാരികളും യാത്രക്കാരും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പീരുമേട്.